നമുക്ക് പ്രസാദേ ഈ പേപ്പറില്ലേ, ഈ പേപ്പർ പൂ ഇടാൻ നേരത്ത് നമുക്ക് ആ പേപ്പർ എടുക്കാം. സാറേ മാപ്പിട്ടേ തരുമോ? ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട്. ഏതാ കയറുതേ? എല്ലാരും ഓരോ പണിയായി സാറിന്റെ ഐഡിയയിൽ വന്നു അവിടെ നമുക്ക് വണ്ടി എടുത്തോണ്ടോ പ്രസാദ് ചേട്ടാ? വണ്ടി എടുത്തോണ്ട് പോവാ. എവിടെയാണ് ഇതിന്റെ സ്ഥലം? പൂക്കളം ഇവിടെയാണോ? അല്ല ഒന്ന് ഫിനിഷ് ചെയ്തേ. ഇടല്ലേ പേപ്പർ ഇടല്ലേ? ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. എന്നിട്ടാ അതിന് വലിയ ധൃതിയൊന്നുമില്ല. എപ്പോഴായാലും പോക്ക് റെഡിയാക്കിട്ട് ഇടാം. അടുപ്പിച്ചിട്ടുണ്ടോ? രണ്ടെണ്ണം ഉള്ളെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരെണ്ണം അറ്റത്തൂടെ വെച്ചല്ലേ? നമുക്ക് ആ തെങ്ങമേന്ന് ഒരെണ്ണം ഇപ്പുറത്തേക്ക് വരണം കേട്ടോ, അല്ലെങ്കിൽ ആ ഏരിയ ഫ്രീ ആയി പോകും. ആ തെങ്ങ് കിട്ടിയിട്ട് അവിടേക്കോ അല്ലെങ്കിൽ ഈ മരത്തിലേക്കോ എവിടെയെങ്കിലും ഇതിലേക്ക് കിട്ടിയാൽ മതി. ഈ സാധനത്തിന് അത് വെയിറ്റ് ഒന്നും വരില്ല. ഇതിലേക്ക് കിട്ടിയാൽ മതി. ഇതിലേക്ക് കിട്ടിയാൽ മതി. ഇതിലേക്ക് കിട്ടിയാൽ മതി. കൂട്ടിനെടുത്ത മേക്കർ റോഡിൽ കൂടെ പെട്ടത്. ഇന്നലത്തെ ഇനിയിപ്പോ ഒരു 4-5 ദിവസത്തേക്കുണ്ടല്ലോ. 4-4 ദിവസം അല്ല, വണ്ടി എടുത്തോന്ന് ഒരു കാര്യമില്ല എന്നുള്ള നോക്കാം. എന്താ വെറുതെ കേട്ടോ? ആ പോലീസ് സ്റ്റേഷന്റെ സൈഡിൽ നിന്ന് റോഡില് ഒരുത്തേക്ക് വണ്ടി എടുത്ത് നേരെ നടക്കി കിട്ടിയിരിക്കുക. മറ്റേ വണ്ടി അപ്പൊ അങ്ങോട്ട് പോലും പോകുന്നില്ല. ഇവിടെ റിവേഴ്സ് എടുത്താലും തിരിക്കാൻ നമുക്ക് സൈഡിലാക്കടാം. നമ്മളെ ദേവന്മാരൊക്കെ അറിഞ്ഞ മടത്തൊക്കെ വന്നു. ആ പേപ്പർ കണ്ടവന്നാണല്ലേ? ആ ഞങ്ങൾ പേപ്പർ കൊടുത്തിരുന്നു. അല്ല ടി വി പറഞ്ഞില്ലേ? ഇതൊക്കെ നമുക്ക് ശരിയാക്കി തരാം. നടക്കുന്നവണി ഇത്രയൊന്ന് വന്നത് പഠിച്ചത് ലെവിനെടുത്തോ. അപ്പൊ കൂടാൻ സൗകര്യമായിരിക്കും. പൈസ ആ കാണുന്നില്ലേ? അത് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. അല്ല അതിനെടുത്തോ, ബാക്കിയുള്ളത് ഇത് നടക്കുന്നില്ലേ? ഇവിടെ നിന്നില്ലേ? ഒന്നും കൂടെ വലിച്ചെടുത്തോ. ഇവിടെ കുറച്ച് പൊക്കലുണ്ട്. ആ മണ്ണ് അത് തന്നെ ആ മണ്ണം എടുത്തോ. നേരെ പുറകിലേക്ക് ആ വെള്ളത്തേക്ക് പോകട്ടെ. അല്ല അത് കുറച്ചേട്ടോ വലിയണം. വെള്ളം ഇതായാലും പൊക്കോളും. Yes. മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം വേറെ പ്രശ്നമുണ്ടല്ലോ. ഒരാളെ ഡിസ്ചാർജ് ചെയ്ത്
അല്ല നമ്മൾ ചെല്ലുമ്പോ തന്നെ ഇൻഫോം ചെയ്താൽ പേപ്പറൊക്കെ നേരത്തെ അവിടെ കുഴിയാവോ? ഇതൊക്കെ പണി കഴിയുമ്പോണ്ടല്ലോ, പണി കഴിയുമ്പോ ഒരു മൈക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇവിടെ ചുമ്മാ പാട്ട് കിട്ടാൻ പാടില്ലായിരുന്നു. മൈക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സമയമാകുമ്പോ മൈക്ക് ബാറ്ററി ഉണ്ടാവില്ല. ബാറ്ററി ഞാൻ വീട്ടിലാണ് ഒരു സ്പീക്കർ വെറുതെ ഇരിക്കുക, അതാണ് ഉപയോഗിക്കണമില്ല. വലിയ കാരണം ഡൊണേറ്റ് ചെയ്തോ? അത് വിളിച്ചാൽ തന്നെ എനിക്ക് അതിന്റെ തറക്കനറിയാം, എനിക്കറിയില്ല. ഞാനത് പറയാം, ചാർജ് ചെയ്ത് വിട്, വെറുതെ ഇരുന്ന് കളയണ്ടല്ലോ. ഇതാരാ? പ്രശാന്താണോ എന്റെ പായസം മേടിക്കാൻ പോകട്ടാ? മതിയാവോ? മോളെ കൊണ്ടുവന്നില്ലേ? അവരെ വിളിച്ചോണ്ട് അത് ദിവസം അവിടെ ഉണ്ടാവും. അവിടെ പരിപാടി നടക്കില്ലേ? ഇല്ലില്ല, ഗാനോടെ കുറച്ചേ കണ്ടുള്ളൂ. അവര് ഈ കളവണ വർത്താനം പറഞ്ഞ് 8:45 മിനിറ്റായി പണി ഗാനം തുടങ്ങിയപ്പോഴേ. അതല്ലേ മഞ്ഞ തയ്യും മഞ്ഞുണ്ടെന്ന് എത്ര കളിയുണ്ട് അത്. അതാണ് മഞ്ഞ മഞ്ഞല്ല മാവേലി വരുന്നു. അതൊന്നും എടുക്കുക. മാവേലി വരുന്നു. മാവേലിയെ എതിരേൽക്കാനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ മാവേലി, ഇന്നലെ പറഞ്ഞ ചില്ല് പോയി മാവേലി ആയിട്ടുള്ള ആള്. ഓണാഘോഷം എന്താ കണ്ടുകേട്ട് മനസ്സിലായില്ല. ആൾക്കാർ അറിയൂ. വീട്ടിലിരിക്കാണ്. സ്കൂട്ടർ എടുത്തോളൂ. പോയാ അജി സുന്ദറിന്റെ അവിടെ മമ്മട്ടി കാണാൻ മണ്ടക്കില്ലേ? ആ മണ്ണോ അല്ലെങ്കിൽ മറ്റേത് അത് കഴിഞ്ഞ് ഇത് മാറി മാറിയിട്ടാ മതി. ഇത് മാറി മാറിയിട്ടാ മതി. ഇതുപോലെ അതൊക്കെ എന്തോരം വാരിട്ട് ഒരു ഇത് കിട്ടില്ലേ? അവിടെ കിടക്കട്ടെ. നല്ലതാണ് ജലം. 9 മണിയുടെ ടൈമുണ്ട്. ഏത് വീഡിയോ ആണ് പിടിച്ചിട്ടിരിക്കുന്നത്? അതെ. ഹാപ്പി ഓണം പറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ ഓക്കെ. വീഡിയോയിൽ വരും. മോഹൻലാലിന്റെ ഒക്കെ എടുക്കുന്ന ബൈറ്റ് എടുത്ത് ഇന്ന് വരെ കൂട്ടില്ല, ഇനി ആയിട്ട് കൂടാൻ പറ്റും. അത് മറ്റേ പറയും പോലെ നമ്മുടെ ഓണം മാവേലി തൃപ്പൂണിത്തുറ വലിയ ഇതാണല്ലോ ഇത്. അതാണല്ലോ. നേരെ പോയി അധ്യക്ഷൻ
അയാളുടെ പേരും അറിയില്ല. അവൻ വന്നിട്ട് സാംസ്കാരിക സമ്മേളനത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ ഈ ഇങ്ങനെയുള്ള തല്ലാനാളില്ലാത്ത വലിയ കണ്ടില്ല അന്നേരം എടുത്ത് ഒരു 1.5 സെന്റിന് അടുത്ത് പോകുന്നുണ്ട്. അതൊരു സിനിമയില് മമ്മൂട്ടി പറയുന്നുണ്ട്. ഹൈവേയിലാണ് ഇപ്പൊ 10 സെന്റാണോ നമ്മുടെ ഉള്ളത്? 10 സെന്റാണോ? 5 സെന്റ് 1.5 സെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈവേ വന്നതോടുകൂടി നിങ്ങളുടെ സ്ഥലത്തിന്റെ ഇരട്ടി 5 ഇരട്ടി വില കൂടും. അതെങ്ങനെ സ്ഥലം ഉണ്ടായിട്ട് പുള്ളിക്ക് സ്ഥലമുണ്ട്, പുള്ളിക്ക് സ്ഥലമുണ്ട്. പിന്നെ വില ഉണ്ടായിട്ട് കാര്യം വില കൂടുതൽ ഈ സ്ഥലം അതെ അല്ലേ? കൂടിയല്ലേ പോലെ സൈഡിൽ കൂടി പോയാൽ പുള്ളി ഹാപ്പി ആയി. അവിടെ വല്ല ഷോപ്പൊക്കെ ഇട്ട് പുള്ളി അവിടെ ഇരിക്കും. മോളിൽ കൂടെ അല്ലേ സാധനം പോകുന്നത്? എന്നതാണ് മറ്റേ പറയുന്ന പോലത്തെ ഇവിടെ തൊട്ട് പണി ഇതെന്താണ്? അല്ല ഇതിന്റെ അലൈൻമെന്റ് കാണുമ്പോഴാണ് അല്ല തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു ആ സെൻട്രൽ തിയേറ്ററിന്റെ ആ മതിലോട് ചേർന്നേ വരത്തുള്ളൂ. അപ്പൊ എന്താ കാര്യം? ആ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ഒരു ഡോക്ടറൊക്കെ ഒരു 3 പുതിയ വീടുണ്ട്. ആ 2 വീട് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. നാട്ടുകാരെ പറയുന്നത് കറക്റ്റ്. കാരണം അവിടെ വന്നപ്പോൾ ചെറിയായിട്ടൊന്ന് വളച്ചു കൊടുക്കും. പാവപ്പെട്ടവന്റെ അതിൽ കൂടി വന്നിട്ടോ? അല്ല അതിൽ കൂടി വന്നിട്ടോ? ഇപ്പുറത്തൂടി വന്നിട്ടാ സംഭവം. അധികം താഴോട്ട് വരുന്നില്ല, പാലമ്പുഴ ഫുള്ള് അടിക്കുന്നില്ല അവര്. അപ്പം ഫ്ലോയ്ക്ക് പ്രശ്നം വരില്ല. ചൈനയിൽ കഴിഞ്ഞോണ്ടല്ലോ ഇതുപോലെ പുഴയക്കൂടെ പാലം വെച്ചിട്ട് അത് എത്ര 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എങ്ങാണ്ട് 7 കിലോമീറ്റർ ഹൈവേ നമ്മുടെ വീട്ടിന്റെ അടുത്തുകൂടി പോകണമെങ്കിൽ നമ്മൾ ഹാപ്പി. താഴത്തുകൂടിയാണ്. കാരണം ആ സ്ഥലത്തിൽ പൊന്നും വില എടുക്കാൻ വൻ തോക്കുകൾ വരും. കാരണം അവർക്ക് വലിയൊരു ഷോപ്പ് ഉണ്ടാക്കാം. ഇത് പാലത്തിന്റെ അടിയിലായി പോയില്ലേ? അല്ല അങ്ങനെയാണെന്ന് തോന്നുന്നു, അറിയാൻ പറ്റില്ല. പറയുന്നുണ്ട് ഇവിടെയൊക്കെ ആ പ്ലാൻ ഇല്ല, നേരെ മറ്റേ കമ്പനിയിലാണ് പ്ലാൻ. എടുക്കുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ അത്ര വില എടുക്കണ്ടല്ലോ. നമുക്ക് അനുഭവം യോഗം ഉണ്ടാവില്ല. ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതി എന്തായി? ആദ്യം നമ്മള് ഉള്ളിന്നൊക്കെ തീർത്ത് വന്നിട്ടേ ഉള്ളിന്ന് തീർത്ത് വന്നിട്ട് നമുക്ക് അവരെടുത്ത് ഒരു 50 നടക്കും. അങ്ങോട്ട് അറിയാൻ നോക്കിയിട്ട് പറ്റില്ല. മാറി മാറി ഇത് കൊടുക്കാൻ പറ്റില്ല. ആദ്യത്തെ കൂടുന്ന ഒരു ക്ലിക്ക് ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറ നടക്കണ പോലെയാണ്. പോയി ഒരു മദ്രാസ് ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ. ഇത് രണ്ടും മാറ്റി മാറ്റി എൻജോയ് ചെയ്തു. ഇവരൊക്കെ എനിക്കിടണ്ടേ? നമ്മള് നമ്മളുണ്ടല്ലോ ഒരു ഓഫർ ഫ്രീ ഓഫർ ഇട്ടിട്ട് വരെ പോകാൻ പറ്റില്ല. പാസ്പോർട്ട് ഇല്ലാതെ ഇഷ്ടം പോലെ ഇടാനുള്ള കിട്ടുമല്ലോ. മറ്റേ മഞ്ഞയൊക്കെ നല്ലോണം ടിക്കറ്റ് ഇട്ടോ സാറേ. പഴയ പാസ്പോർട്ട് ഉണ്ടോ? അതായത് ഇത് ടിക്കറ്റ് നല്ല രസമുണ്ട്. അത് പൂവിനനുസരിച്ച് തിക്നെസ് കൂടും.
അല്ല ഇനി ഇതാക്കി കൊടുക്കും, കയ്യിൽ കൊടുക്കണ്ട, താഴത്ത് വേണം പണിയാ. കോപ്പി കിട്ടാ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഔട്ടർ ഏതാണ്? അത് മതി. അഭിപ്രായം പറയാണ്ട് ഇപ്പൊ പറയണം, കെട്ടിയാ പിന്നെ അടിക്കൂല. തെക്കോട്ട് പോലെ വടക്കോട്ട് പോലെ ഈ റൗണ്ട് പോലെ ഒരു റൗണ്ടും കൂടി ഇവിടെ റൗണ്ട് മഞ്ഞ അല്ല ഇതിന്റെ സെന്ററിലായി കഴിഞ്ഞാൽ ഫോട്ടോയില് അത് മതി. ഇങ്ങനെ നിന്നായി സാറേ ഫോട്ടോ എടുക്കുമ്പോ 2 സൈഡിൽ നിന്നാണ് അപ്പൊ എന്ത് ചെയ്യണം? ഒരു വകുപ്പിന് 2 ആക്കി. മഞ്ഞോടത്തെ ഓർഡർ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ഔട്ടർ മറ്റേ ഇതിടാണ്. ഓക്കെ, എന്നാ മഞ്ഞ നല്ല ലവിഷായിട്ട് എഴുതിക്കോളും. മറ്റേ അതെങ്കിലും ഓക്കെ 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 അത് മതി. ഞാൻ 4 മണിക്ക് വന്നാണെന്നേ, അപ്പൊ ആ മഴ പെയ്തു. ഒരാളും കറക്റ്റ് ടൈമിൽ എത്തിയില്ല, എല്ലാരും നേരത്തെ പോയി. 3 മണിക്ക് മുമ്പ് വന്നാൽ ഞാനിതിൽ പോയില്ല, അത് തന്നെ വരാനായിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ കിടന്നത്. ഇനി പുറത്ത് തീയതി ഇതിൽ കുറച്ചുകൂടെ തിക്നെസ് കൂട്ടണം സാറേ. കാണിക്കുന്നില്ല കാണിക്കുന്നില്ല, അത് അവിടെ ഇതിനെക്കാട്ടെ ഇതിൽ കുറച്ച് തിക്നെസ് കൂട്ടണം. ലൈറ്റ് ആയിട്ട് മതി കേട്ടാ. കുറവാണ്, പൂ കുറവാണ്. അതിന് മഞ്ഞ മാത്രം അങ്ങോട്ട് വലിയ വാക്കേഴ്സ് തരണം മഞ്ഞക്ക്. അത് വേണോ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ എഴുതുമ്പോഴേക്ക് ഫോട്ടോയിൽ അടിപൊളിയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോയിൽ അടിപൊളിയായിരുന്നു. ഇനി റെഡ് വേണം. എന്തുകൊണ്ട് എഴുതണം? ഈ പൂ കൊണ്ട് തന്നെ വലിയ വാക്കേഴ്സ്. നമ്മുടെ ഫോട്ടോ കണ്ടില്ലേ? അത് എഴുതി വരുമ്പോ മഴ കൊണ്ടുപോകും. റൗണ്ട് തികയില്ലേ? അതെ, അവിടെ നിന്ന് എടുക്കാം. അവിടെ സ്ഥലം സ്റ്റോക്ക് ഉണ്ടോ? ഒരാളെന്നോട് പറഞ്ഞു, ഈ വാതിക്കൽ കാണുന്ന ഒരു പ്ലോട്ടുണ്ട്, പച്ച പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന പ്ലോട്ടാ. വാതിക്കൽ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വലതുവശത്ത് അത് കൊടുക്കാണ്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരുടെ? ഞങ്ങളുടെ എന്ന് പറഞ്ഞു. അതെ, വെള്ളമില്ലാത്ത ഏത് ഭാഗം ഫ്രണ്ട് കൊടുക്കണ്ടത്? അവിടെ ആൾക്കാർ വിൽക്കാൻ ഇറക്കുന്നുണ്ട്. ഇത് വല്ല അറിയണ്ട. തമാശ പറഞ്ഞല്ല, വാതിക്കെ കാണുന്ന കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമല്ലേ, അവിടെ ആൾക്കാർ വിൽക്കാൻ ഇറക്കുന്നുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, ഞാൻ മേടിച്ചു പോയ. ഇനി വേറെ പ്രോബ്ലം ഉണ്ട്. വലിയകാട് ആൾക്കാർ നമുക്കെതിരെ വരുമെന്നാണ്. നമ്മളെ വലിയകാട് സ്വന്തമാക്കിയാലോ? അല്ല, ഇത് നേരത്തെ മേടിച്ചിട്ട് ജോൺ സാർ പണ്ട് വില പറഞ്ഞ് മേടിച്ചിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക, അന്ന് നമ്മള് ആ കാശ് കിട്ടിയ സമയത്ത് ഒരു 3 സെന്റ് മേടിച്ചിട്ടാറില്ല ഇതിവിടെ കിടക്കണം. ഇല്ലെങ്കിലാ ഇതിന്റെ ഓണർ സാധനം കൊണ്ടുപോയാല്. കഴിഞ്ഞ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കേ ഇവിടെ മണൽ അതെ അതെ. നമുക്ക് കുടികടപ്പം ഉള്ളതാ. അതല്ല, ഇനി അക്ഷരങ്ങൾ വലുതാകണം.
രാജ പറഞ്ഞ 15 വർഷമായി ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അല്ല പട്ടയം കിട്ടും. ഇച്ചിരൂടെ ഇറക്കണം പ്രസാദേട്ടാ. അതിന്റെ പറ്റ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടില്ലേ നോക്കാം, കഴിഞ്ഞു നോക്കാം. എന്നാലും മതി, എന്നാലും മതി. നമുക്ക് ഷോർട്ട് ഫോം ആക്കി തികയത്തില്ല. ഇത് അങ്ങനെ റൗണ്ടാക്കി എഴുതാനാ എഴുതാൻ പഠിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ കളിക്ക് പല ആൾക്കാരൊക്കെ ബെറ്റർ ആണ്. ഇറു മാത്രം ഇടല്ലേ? ഇതൊന്നുകൂടി കട്ട് ചെയ്യണോ? ഒന്നുകൂടി കട്ട് ചെയ്യണോ? ചെറുതാക്കണോ? ഒന്നുകൂടി ഇതല്ലേ? അത് ചെറുതാക്കിയ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ എന്താ അറിയോ, എഴുതാൻ പറ്റില്ല. ഇത്രയും ക്ലോസ് ഇതാകുമ്പോഴേ, അല്ലെങ്കിൽ പ്രസാദ് എഴുതിയത് തന്നെ പിന്നെ നമ്മൾ ഇടുന്നത് വേറെ ഒന്നായിരിക്കും. പ്രസാദ് മാത്രം കത്തിരിയില്ല. ഇതുകൊണ്ടാണോ ചെറുതാക്കിയത്? ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണോ മുരുകൻജി? ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എഡിറ്റിംഗ് ടേബിള് കത്തണം കേട്ടോ, ഒന്നും കേൾപ്പിക്കില്ലേ. കൊള്ളാം. നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് അല്ലേ? നന്നായിട്ടുണ്ട്. പിന്നെയല്ല പാസ്സാക്കി. നമ്മുടെ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇനി പരിപാടികൾക്ക് തുടക്കം കുറിക്കാം. കാരണം അല്ല, ഇത് ആദ്യമേ നിങ്ങൾ ആകാംക്ഷ എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അത് നടക്കായിരുന്നല്ല. ആദ്യമേ ഈ എന്താ പറയാ, ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ, പടത്തിൽ പിടിക്കുന്ന ആൾക്കാരുടെ ഫ്ലോർ ഒന്നല്ലല്ലോ, എന്താ പറയുന്നത്, അവിടെ നിന്ന് മാറിക്കുന്ന ലൊക്കേഷൻ അല്ല, ഫ്രെയിം എന്ന് മാറാം. ആദ്യമേ ഫ്രെയിമിൽ നീ സാധനം എടുത്ത് മാറ്റി. അതാ മമ്മട്ടിനെ അടിച്ചെടുക്കും. മമ്മട്ടിക്ക് ഈ വള്ളി എടുത്തു, വള്ളി കളയണ്ട, വള്ളി നമുക്ക് കെട്ടുന്നത് വരും. ഫ്രെയിമിൽ ആദ്യമേ സാധനങ്ങൾ മാറ്റി പകുതിയൊക്കെ പറയാം. ആ ചൂലുകൊണ്ടാക്കി അവിടെ ഒന്ന് അതൊന്നുമില്ല, ഇത് കഴിഞ്ഞിട്ടുള്ളൂ. അല്ല, അത് അങ്ങനെ വന്നാ അതിന് വിദ്യാന്ന് കൂട്ടിയാ മതി. ഇതൊക്കെ ഒന്ന് ഇപ്പൊ തന്നെ ഒപ്പിയെടുത്തോ പോണേന് മുമ്പ്. ഫോട്ടോയിൽ വരുത്തലോട്ടാ. ഇതൊക്കെ വിദ്യാന്ന് കൂട്ടിയാ മതി. ഇനി മഴ വന്നാല് പിടി പിടി. ഈ വള്ളിക്കൊക്കെ ചില സമയം കഴിഞ്ഞ ദിവസം നമുക്ക് വള്ളിക്ക് വേണ്ടി എന്ത് പാടുണ്ടെന്ന് അറിയാമോ? ഫോട്ടോയിൽ വരും. മിക്കവാറും മഴ ഇനി വരുമ്പോ ഉള്ള ആൾക്കാരും കൂടെ പോകും. ചെറുതാക്കിട്ടാണോ പ്രസാദ് ഇത്ര തിക്ക് വേണ്ടേ? അല്ല, നമുക്ക് ഇത്ര തിക്നെസ് വേണ്ടി? അക്ഷരം വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടാ മതി. അതെ. കൊലിശ്ശേരിയായിട്ട് താഴത്തേക്കാം. തള്ളിയാ മതി, തള്ളിയാ മതി. അതെ, നീക്കണ്ട, തള്ളിയാ മതി. ഗ്യാപ്പിട്ട് തള്ളാൻ പറഞ്ഞു കേട്ടോ. അതെ, ഗ്യാപ്പിട്ട് അതിക്കോളം പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയാൽ ഫോട്ടോ എടുക്കാൻ പോയോ? പുള്ളിയും കൂടെ പോയി. പുള്ളി വണ്ടി കയറി ആണോ? ഫോണടിക്കാൻ പോയതാ. ആ, വെറവല് വരും അല്ലേ? അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പ്രസാദന്റെ ബാക്കിൽ ആ കളർ വ്യത്യാസം ഇതാ വേറെ കളർ വെള്ളം വന്നു ചെയ്യണ്ടല്ലേ? ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പൊ എടുത്തോ. നമുക്ക് നമ്മുടെ 2-3 കൂടെ അവിടെ വെക്കാം. മഴ കൂടി, നല്ല മഴയായി. പാട്ടായില്ലല്ലോ, പാട്ട് ബാബാ കൊട ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചേ. എന്റെ കൂടെ എടുത്തോ, ഞാൻ കൂടെ എടുത്തോ.
ഫോട്ടോ എടുക്കാനുള്ളൊക്കെ എടുത്തോ അതന്നെ. ഫോട്ടോ എടുത്തില്ലേ? ഒന്ന് മലന്ന് കിടന്നിട്ട് തള്ളിയാ മതി. കവടോട്ടി പോയി ആ കൊറട ഇതുണ്ടെന്ന് പോയി മഴ ഒന്നുകൂടി അവിടെ കത്തിക്കോളൂ. പെയ്യാതെ പോവും, ഇത് പോവും കയറി പോവും. ഹലോ ഹലോ ഞങ്ങള് നടക്കാൻ സമ്മതിക്കില്ല. അത്രയും പണിയെടുത്തിട്ട് ഇവിടെ ഇരുന്ന 10 മിനിറ്റ് കൂടി കേട്ടു. 10-15 മിനിറ്റ് അതിന്റെ അപ്പുറത്ത് ചെറിയൊരു കുനിപ്പെട്ടാ മതി. ഒരുപാട് നേരത്തെ ആക്കിയാലോ? ഇനി ഒന്ന് വേണല്ലേ പോവാണ് പിന്നെ തലയിലേ ആരുടെയൊക്കെ ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ വേണ്ട വെള്ളം വീണാലും പഠിക്കുകയല്ലോ. ആൾക്കാർ കാട്ടി അതൊന്നും പാളികൾ അങ്ങനെ കിട്ടുന്നില്ല. ഇതൊന്നും എടുക്കുന്നുണ്ടോ? ഇതൊന്നും വലിയ കാട്. അതൊന്നും ആരും നോക്കാൻ പോകില്ല. വീഡിയോ ഫോട്ടോയിൽ എങ്ങനെയുണ്ട്? കാണിക്കോന്ന് നോക്കിയാ കാണിക്കണ്ട. അടുത്ത കണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റി പാലിച്ചു തുടങ്ങേണ്ട പരിപാടി. ഇതെങ്ങനെയാണെന്നറിയാമോ? അങ്ങനെയല്ല, വലിയ കാടെന്നുള്ളത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് വാക്കേഴ്സ് ഇവിടെ വരേണ്ടതായിരുന്നു. മനസ്സിലായ? വലിയ കാട് വലിയ ഇപ്പൊ നമ്മൾ എവിടെ പോയി നോക്കണത്? വലിയ കാടെന്നുള്ളത് അവിടെ എഴുതാ, വലിയ കാടെന്നുള്ളത് അവിടെ എഴുതിയിട്ട് വാക്കേഴ്സ് എന്നുള്ളത് ഇവിടെയും വരേണ്ടിയിരുന്നു. ഇനി അടുത്ത പ്രാവശ്യത്തെ ഇത് ഓർത്തോളാം. ഞാൻ എപ്പോഴാ കണ്ടത്? അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞത് അല്ല. ഇപ്പൊ അത് ഇപ്പൊ ഫോട്ടോ എടുത്തില്ലേ? ഒരു ഫോട്ടോ എടുത്തോ? ഞാൻ ഓണത്തപ്പനൊക്കെ ഇരിക്കുന്ന ഇതിപ്പോ ആർക്കും ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ അവിടെ നിന്ന് എടുക്കാം. എല്ലാരും നിന്നിട്ട് എടുക്കാം. എല്ലാരും ഫോട്ടോ എടുക്കട്ടെ. ഇത്രയും കൊടയില്ലേ? മതി. കൊടയൊക്കെ പൊക്കി പിടിക്കും. വീഡിയോ ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തോ. പോയി. അല്ല, കുറച്ച് ആൾക്കാർ ഇരിക്കാം, എന്നാലേ എല്ലാരും പെടുള്ളൂ. എല്ലാരും കിട്ടണ്ടോ? വാ. അല്ല മാഷ വാ. ഈ കൊട സിൻഡോ കൂടെ നിക്ക്. കൊട പിടിച്ചിട്ട് എന്നിട്ട് വാ. എല്ലാരും കിട്ടണ്ട. പിന്നെ അപ്പൊ ഒരു ആർപ്പോ വിളിച്ചാലോ? ഒരു ആർപ്പോ അല്ല അതില പോലെ മുടികൻ ചെയ്ത് വന്നിട്ടില്ല. വരട്ടെ. കുഴപ്പമില്ല. അല്ലല്ല, ഗ്രൂപ്പിലേക്ക് വാ. കൊണ്ടാ അടുത്ത ആളെ അവിടെ പോയി ഫോട്ടോ എടുക്കാം. എന്താണത്? എപ്പോഴും 1 മണിക്കൂർ എടുക്കും. അറിയാലോ പോയപ്പോഴൊക്കെ. ഒന്ന് പൊക്കിക്ക് സാറേ. ഇത് പൊക്കി ഓണല്ലേ? വീഡിയോ അല്ലേ? ഓക്കെ സാറേ. ഇടുന്നതാണോ? ഓക്കെ.
വാ എല്ലാവരും ആയില്ലേ? പോട്ടെ പോട്ടെ, തിരിച്ചു വരുമ്പോ എണ്ണം കേട്ടോ. ഓക്കെ, മഴ മാറി കൊടയൊക്കെ മാറ്റിക്കോ. അനിലേ, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും, അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. ചിന്തോ കിട്ടണ്ട ചിന്തോ ചേട്ടാ. ഫോട്ടോ എടുക്കുമ്പോ ക്ലിയർ ആണ്ടാ, ഫോട്ടോ എടുക്കുമ്പോ ക്ലിയറാ, ഫോട്ടോ എടുക്കുമ്പോ ക്ലിയറാ. ഇല്ല അത് ശരിയായി, ഫോട്ടോയിൽ നോക്കിയാ ക്ലിയർ ആയി. ആ അത് ഇവിടെ ഒരു കുറിപ്പാക്കിയാ കുഴപ്പമില്ല. കൊടയിലാണ്ട് ഫോട്ടോ എടുക്കണമായിരുന്നു. രാക്കുടിന്ന് ആ അത് ശരിയാണല്ലോ, മഴ പോയി വാ. കൊടയിലാണ്ട് ഫോട്ടോ എടുക്കാം. ആ ഒരു ചോപ്പ ഒരു മഞ്ഞ ഒരു ഇത് വാ ചേട്ടായി വാ. ഇവിടെ ഒരു ബ്ലാക്ക് മഞ്ഞ അവിടെ ചോപ്പ ഇവിടെ കറുപ്പായിരിക്കും. നമ്മള് അതിന് ഒരാൾ ചോപ്പും കറുപ്പും മഞ്ഞയും ഞാനും കണ്ടോ പച്ചവെള്ള പൂവിനെ പോലെ ആയിരിക്കണം. അതെ പൂവിനെ പോലെ ആയിരിക്കണം. നിങ്ങൾ ചെറുപ്പക്കാർ ആയില്ല എല്ലാരും ആയില്ല. ആ നിക്ക് കൊടയൊക്കെ മാറ്റിക്കാം, നല്ല ഭംഗിയുണ്ട്. ഈ പ്രായത്തിൽ ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നീ മുരുകേണ്ടി വന്നിരിക്കേ മുരുകേണ്ടി വന്നിരിക്കേ ഒരു ഫോട്ടോ വന്നിരിക്കേ. ഫോട്ടോ വിട്ടിട്ട് ഒരു കാര്യം പച്ചവടി എന്റെ പൊന്നോ മുട്ടുവയ്യ. കുളിക്കുമ്പോ എത്ര തലയിൽ വെള്ളം വർഷം ഇന്നിവിടെ നടക്കുകയാണ്. ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് അധികമൊന്നും സംസാരിക്കുന്നില്ല. ആദ്യമായിട്ട് ഈ ചടങ്ങ് ഈശ്വര പ്രാർത്ഥന. സ്കൂളിൽ നിക്കണ പോലെ അല്ല, പണ്ടാണ് ഈ സ്കൂളിലൊക്കെ നമ്മള് ഈ പരിപാടിയെ കുറിച്ച് ആലോചിച്ചപ്പോ തന്നെ
നമ്മള് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം ആൾക്കാര് ആഘോഷങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാണ് നമ്മൾ ഉപേക്ഷിച്ചതാണ്. തൃപ്പൂണിത്തുറ അത്താഘോഷം നടത്തുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോ പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള മരണങ്ങൾ, അതുപോലെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആൾക്കാരുടെ മുന്നിൽ അവർക്ക് വേണ്ടിയിട്ട് അല്പസമയം മൗനം ആചരിക്കും. ഓക്കെ, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി അനൗദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളാണ്. ഇതിനകത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംസാരിക്കാം. ആ ഒരു കൂട്ടത്തിൽ തന്നെ മറ്റു ചടങ്ങുകൾ നടന്നു പോകും എന്ന് മഴ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത ആരാണ് സംസാരിക്കാനുള്ളവർക്ക് സംസാരിക്കാം. പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ മഴ കൂടുന്നുണ്ട്. എങ്ങനെ മഴ വരാതിരിക്കും? എല്ലാവരും കൊടയൊക്കെ വന്നത്. ഏതായാലും ഓണം അത് നമുക്കറിയാം. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്ന പോലെ തന്നെ ഒരാളുടെ പ്രസംഗം തൃപ്പൂണിത്തുറക്കാരെ മാവേലി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. തീർച്ചയായിട്ടും ഏതൊരു മലയാളിക്കും വളരെ കൃത്യമായിട്ട് ഓണത്തെ പറ്റി വിശദീകരണങ്ങൾ നൽകാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും മുതിർന്ന ആളുകളാണെങ്കിൽ പോലും ഇന്ന് വളരെ ആ ഗൃഹാതുരത്വം ഉയർത്തുന്ന ഒരു ഓർമ്മയിലേക്ക് നമ്മളെല്ലാവരും ചെന്നെത്തിയിട്ടുണ്ട്. ഈ വഴിയാട് ആർട്ടിസ്റ്റിന്റെ ഓണാഘോഷം ഈ പേടിച്ചുഴിയുന്ന വഴയത്തിൽ നമുക്കിങ്ങനെ നടത്താൻ കഴിയുന്നത് നമ്മളുടെ ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഓണം എന്നുള്ളത് തന്നെ എല്ലാവരും ജാതിയും മതവുമില്ല, എല്ലാവർക്കും സർവ്വമത സ്വാതന്ത്ര്യം വന്നുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ അവകാശം വന്നുകൊണ്ടുള്ള ഒരു രാജാവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. നമുക്ക് അത്രയും സുന്ദരമായിട്ടുള്ള നാളുകൾ പ്രദാനം ചെയ്ത ആ മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയെ ആ പാതാളത്തിലേക്ക് അയച്ച ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള ഒരു കോൺട്രഡിക്ഷനാണ്. ഞാൻ പറയുന്നത് അത്രയും സുന്ദരമായിട്ടുള്ള സമത്വസുന്ദരമായിട്ടുള്ള കേരളത്തിന്റെ ഓർമ്മകൾ മലയാളികൾ ഉള്ളിടത്തോളം കാലം തന്നെ ഇത് നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്ര വലിയ മഴ വന്നാലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ആ ഓണത്തെ അനുസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ്. എന്റെ ഓണം എന്ന് പറയുന്നത് എന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എല്ലാവർക്കും അത് തന്നെയായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അന്ന് ഒരു കൊയ്ത്തുത്സവത്തിൽ തന്നെയാണ് ഓണം. ആ കൊയ്ത്തുത്സവം എന്ന് പറയുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റകൾ മെതിച്ച് നെല്ലുകളും അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം തന്നെ യഥേഷ്ടം തൊഴിലുകളുമെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സമൃദ്ധമായിട്ട് ഓണം ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ അത് കേട്ടുകേൾവി മാത്രമായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് പോലും അരി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ കഴിയാത്ത, ആ അരി ഉണ്ടാവുന്ന ചെടി കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. നമ്മൾ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. നമുക്കറിയാം, നമുക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഭക്ഷണത്തിന് കൃഷി ആവശ്യമാണ്. ആ കൃഷിയുടെ ഒരു ഒത്തൊരുമ, അല്ലെ ആ കൃഷിയിൽ നിന്ന് എടുക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ഒത്തൊരുമ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓണം എന്ന് പറയുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്കറിയാം കാലാവസ്ഥ മോശമാണ്. ഇനിയും ഒരുപാട് ഇവിടെ വന്നിരിക്കുന്ന പലർക്കും ഇത്തരം രീതിയിലേക്കുള്ള അനുസ്മരണങ്ങൾ നടത്തുവാൻ കഴിയും. ഓരോരുത്തരെ പ്രത്യേകിച്ച് പേരെടുത്ത് വിളിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആരുടെയാണ് ഓണസ്മരണ നടത്താൻ കഴിയുന്നത്? വരും. പായസം എടുത്തിട്ട് കയറുന്നല്ലോ സാറേ. സാറേ, പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമേ പൊന്നലിഞ്ഞീ തറയിൽ ഒന്നുമറിയാത്ത ചോമനകളായി നിൽക്കും ഇന്നും നിൽക്കും പട്ടുവിരിക്കുമേ പൊന്നിലഞ്ഞീ തറയിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ. ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. ആലിന്റെ ചില്ലയിൽ
എനിക്കൊരു ചക്കരമാമ്പഴം തായോ എന്നാരോമയായി കുഞ്ചുന്നു പൊന്നോണം വന്നു പൂവട്ടൂരിക്കു നീ പൊന്നിലഞ്ഞീ തറയിൽ ഒന്നും അറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. ഓക്കെ 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 എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാവുന്ന. ഹലോ 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 ഇന്ന് നമ്മുടെ വാക്കേഷ് ഗ്രൂപ്പിലെ നമ്മുടെ കുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുട്ടാ വാ വാ. കുട്ടൻ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ കുട്ടന് വാക്കേഷിന്റെ പേരിലുള്ള ബർത്ത്ഡേ എല്ലാവരുടെയും പേരിലെ ബർത്ത്ഡേ ആശംസിക്കുന്നു. പ്രസാദേ പാട്ട് പാട്. വാ വാ വാ. കൊണ്ടാണോ? മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനി ചിത്തിരി പാൽ ചുരത്താൻ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനി ചിത്തിരി പാൽ ചുരത്താൻ കൊടയുടെ എല്ലാം വെച്ചാൽ ഞാൻ കാറിന്റെ മുകളിൽ വെച്ചിട്ടേ കൊടയിൽ വെക്കാം. വഞ്ചി മിഥുനത്താറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി മിഥുനത്താറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിന്നും മലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി ഉത്രാടപ്പൂവിലായി മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ ഉത്രാടപ്പൂവിലായി
തിരുവോണത്തിൻ കൊടിയുടുക്കുന്നു തെരുവിൻ മക്കൾ തിരുവോണത്തിൻ കൊടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല കുറ്റങ്ങൾ വയറിന്റെ നാടം കേട്ട് മയങ്ങുന്ന വാമനന്മാർക്ക് അവർ പാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു എല്ലാവർക്കും. ഹലോ നമസ്കാരം. ഓണാശംസകൾ നേരാനുള്ള സമയമാണ് എല്ലാവർക്കും. വരൂ. നമ്മുടെ സിജിയുടെ ഒക്കെ ഫോട്ടോ എടുത്തോ. ഒരാളെ വിട്ടുപോരുന്നു. പേപ്പറൊക്കെ വേസ്റ്റ് വലിച്ചെറിയില്ലല്ലോ. എന്റെ പേര് കൃഷ്ണകുമാരാണ്. ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക. ഓക്കെ, സന്തോഷം സന്തോഷം. ഓക്കെ ഓക്കെ പോണ വഴിക്ക് വിളയിട്ടില്ലെന്നാ ഏതാ എനിക്ക് വേണ്ട മധുരമുള്ളതാണോ? അത് സാറില്ല. ഉപ്പുള്ളതാണോ മധുരമുള്ളതാണോ എനിക്കിഷ്ടം? ഉപ്പുള്ള ഇത് വേണം. ഇത് ഉപ്പുള്ളതുണ്ട്. ഇതെടുക്കും. ആവശ്യത്തിന് ഉപ്പുണ്ടല്ലോ തലക്കകത്ത്. ഇപ്പോ രണ്ടും ഇരുന്നുണ്ട് സാർ. ഇങ്ങോട്ട് സാറേ, ഇങ്ങോട്ട് സാറേ. ആ നിങ്ങളായിരുന്നു അത്. നിങ്ങളാണല്ലോ പോണ ആൾക്കാർ നിർത്താൻ പറയാ. അപ്പൊ ഞാൻ പറയോ അവർ നിർത്താണ്ട് പോയില്ല. ഞാൻ വന്നില്ലേ? ആ എങ്ങനെയുണ്ട്? ശരിയായില്ലേ? കുഴപ്പമില്ല. ശരിയാവും. രണ്ടുകൂടി പറ്റില്ല. പാട്ട്
അതരത്താൽ വാരിയാൽ പിണങ്ങൂ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. ഒന്നില്ല പറയരുത്, അതിന് വേണ്ടിയിട്ട് അതും കൂടി എടുത്തേക്കാം. എടുത്തെടുത്തെടുത്തോ. ഫോട്ടോ പിക്ക് ചെയ്താലോ? എന്നെടുക്കാം, ഫോട്ടോ എടുക്കാം. ഇതിന്ന് എടുത്തു തരാം. അല്ല നമുക്ക് ഇതിന്നേ പക്ക ഞാൻ ക്ലിക്ക് ചെയ്തോളാം. ഇതിന്ന് സ്റ്റില്ലെടുത്ത് തരാന്ന് പറയാം. നമ്മുടെ രണ്ടുപേരെ കൂടി ആൾക്കാരാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതരത്താൽ വാരിയാൽ പിണങ്ങൂ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. ഒരു ഫോട്ടോ എടുത്തേ, ഫോട്ടോ. പിള്ളേരൊക്കെ എന്താ പാടുന്നത്? പാട്ട് പാടുന്നു. ഞങ്ങളുടെ കൂടെ നിൽക്കുക കട്ടക്ക്. കിട്ടിയോ? അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. അതരത്താൽ പിണങ്ങൂ നീ, അതു നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. ഞാൻ രണ്ടുപേരെ അവർക്ക് പോകാൻ ഞാൻ വന്ന രണ്ടുപേര് പൂവേ
അത് പിള്ളേർ പാടണ്ട. അടുത്ത ഗാനം ആലപിക്കുന്നു ശ്രീകുമാർ. ഏതാ? ഹലോ ഒരു 8 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ പറഞ്ഞതാ. അല്ല അവൻ മാർക്ക് അവ കൊടുത്താ ഇവിടെ നിന്ന് മണി മേടിക്കാൻ മതിയായിരുന്നു. പിന്നെ എന്റെ മകൾ പാട്ടുണ്ടെന്ന് പാടാനൊക്കെ അറിയാം, പക്ഷെ പാടാനാണോ? ആരാണ് പാടണേ? അത് തന്നെ. ആ വലിയാട് മുഴുവൻ കിട്ടല്ല. വലിയാട് ഇതും കിട്ടാ മറ്റേ നമ്മുടെ ശ്രീ നമ്മുടെ ബാനർ കിട്ടിയിട്ടില്ല കേട്ടോ. വേണ്ട ഇരിക്കണോ നിൽക്കണോ? ബാനറും കിട്ടണം വലിയാടും കിട്ടണം കേട്ടോ. സാറേ ഇത്തിരി കൂടെ അവിടെ ഇരുന്നോ. അവിടെ ഇരിക്കുക, അതാ നല്ലത്. ആ പോട്ടോ പോട്ടോ. വലിയാണ് കിട്ടും. അതെ കൈയിങ്ങനെ ഇളകണല്ലേ? സാറേ ആ മക്കൻഡോഷിനെ പറ്റി ഒന്ന് ആലോചിക്കും. സ്ഥാനത്തിൽ പോയി വാ വാ വാ. അത് ഗോതമ്പാ. ബാക്കി അത് മറ്റു രണ്ടെണ്ണം അടിപൊളി സാറിന് എടുക്കണ്ട, ഇടക്ക് തിരിച്ചും പിടിക്കണോ? സാധനം എത്ര ഉള്ളെങ്കിലും എന്റെ കളി തിരിച്ചും പിടിക്കണം. നമ്മളെ ജില്ലാ പറഞ്ഞ് മറന്നുപോയി. ഇനിയുണ്ടോ പായസം? പാട്ട് പാടാ. പായസം കുടിച്ചിട്ട് കാര്യമില്ലപ്പാ. പായസത്തെ അവര് കൊടുത്തോളൂ. പായസം കൊടുക്കുന്ന പായസം കൊടുക്കുന്ന മയക്കം കൊടുത്തേ അല്ലേ? ഇത് കഴിഞ്ഞാ പാട്ടുണ്ടോ നിന്റെ വക? അതിലെ ഒരേ വളരെ പോയി ഇവിടുന്ന് ഈ സാധനം മുഴുക്കെ തീരാണ്ട് ഒരാളും പോകാൻ പറ്റില്ല. ആർക്കെങ്കിലും പരിപ്പ് വേണമെങ്കിൽ പരിപ്പ് ഉണ്ട്. ചോയ്സ് ഉണ്ടെങ്കിൽ പറയാം. ഇത് ഇപ്പൊ വന്നിട്ടുണ്ട്. കിട്ടിയില്ലേ? എനിക്ക് തന്നിട്ടില്ലേ? Kariyuga varada,
എന്ത് പായസം മേഡം? എല്ലാ പായസം കഴിക്കൂലേ? നമ്മുടെ കുരുത്തോളം ചേട്ടനല്ലേ? ഓരോ പായസം കൊടുത്തിട്ട് പോവാ. എവിടെ കൊടുക്കാറുണ്ട്? മതി 2 ലിറ്ററിലൊക്കെ അടുത്ത മഴ വന്നുണ്ട്. വെള്ളം വീഴരുത്, വെള്ളം വീണപ്പെട്ടത് നിങ്ങൾക്ക് ഒരാള് പോകുന്നില്ല. ആൾക്കാരില്ലെങ്കിൽ പോലെ അതാ ഇതാണോ വേണ്ട? ഞാൻ കഴുകി തരാം. അപ്പോലടി സാറിന്റെ പണം പറ്റത്തെ മക്രാശ
അതിന് ഞാൻ ഇതിന്റെ ഒരു കാച്ചര കുടിച്ചു. പരിപ്പുണ്ടോ? അപ്പൊ സാധ്യല്ലേ എന്താ ഒതുക്ക് നമ്മുടെ ചങ്ങാതിയാ വേണ എടാ ഇറങ്ങടാ 3 വരെ ഇറങ്ങ് വണ്ടി ഒതുക്ക് സമയം നിശ്ചയോ പിന്നെ വീഡിയോയിൽ എടുത്തിട്ടേ ഉള്ളു കാര്യം. ഹലോ നമ്മുടെ ജവാൻ ജവാൻ പുലരിത്തു മഞ്ഞു തുള്ളി പുഞ്ചിരിത്തു പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതെ നീർമഴി പുലരിത്തു പുഞ്ചിരിത്തു പ്രപഞ്ചം പിടിച്ചോ നിന്നോ. ഭാരം താങ്ങാനരുതാതെ നീർമഴി വീണുടഞ്ഞു. മണ്ണിൻ നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി മണ്ണിൻ നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി കയ്യിൽ അലകാനം വർണ്ണചിത്രങ്ങൾ മാഞ്ഞു വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തു മഞ്ഞു തുള്ളി പുഞ്ചിരിത്തു പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും താർത്തി കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും താർത്തി ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും പുലരി പിറക്കുന്നു വീണ്ടും. പുലരിത്തു മഞ്ഞു തുള്ളി പുഞ്ചിരിത്തു പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. അടുത്തത്
പാടൂലേ രണ്ടുപേരും ആ കാരണത്തേക്ക് രണ്ടുപേര് പാട്ട് പാടിയിട്ട് ഇട്ടാ മതി. ഇന്ന് പാട്ട് പാടിയിട്ടേ പോവുള്ളൂ. വെള്ളം തീർന്നു പോയി. സാധാരണ ആ വെള്ളം കമത്തി കളയാറ പതിവ്. അല്ല ഒരു അല്ല പായസമായോണ്ട് എല്ലാവരും രണ്ട് ഗ്ലാസ്സില്ലേ ഗ്ലാസ് ഗ്ലാസ്സിലായിക്കൊണ്ടാ ഹരി ആ പുള്ളി നോക്കട്ടെ അതിന് കൊടുത്തോ വാക്കത്തിയിട്ടില്ലേ ഞാൻ വിചാരിച്ചാൽ ചെറുപ്പം അയ്യോ ഞാൻ മതി വേണ്ട പായസം കുടിച്ചാലോ എങ്ങനെ പോകും മാറിയില്ലേ ശരി എന്നാ ഓക്കെ പോണോ ഒരു വട്ടം കേട്ടിട്ട് പോകാന്ന് വെച്ചിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇത് ബാക്കിയുള്ള തീർത്തിട്ട് പോവാം. ഞാൻ പോവാ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പിടുത്തോട് പിടിക്കെങ്കിൽ ബക്കറ്റ് കാര്യമായി ഒരു 10 മിനിറ്റ് നിൽക്കണമെങ്കിലേ ഒന്നുകൂടി പിടിച്ചെങ്കിൽ ആ ബക്കറ്റ് കാര്യമായി ഞാൻ അല്ല ബക്കറ്റ് വെള്ളം എടുക്കാൻ പോയേക്കോ ഇന്നത്തെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇന്നിങ്ങനെ വെറുതെ അതെ ഇന്നത്തെ മൈക്കിന്റെ ചാർജ് പോയാ അപ്പൊ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ അടുത്ത പൊക്കോളും പാട്ടേനില്ല മൈക്കിന്റെ ചാർജ് കളഞ്ഞു മൈക്കിന്റെ ചാർജ് പോയി ബാറ്ററി ഇല്ല
അത് സാറേ അങ്ങനെ കൊണ്ടുപോകാൻ പിന്നെ വന്നില്ല 9 മണിക്ക് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ 9 മണിക്ക് ക്ലോസ് ആവുന്നത്. അത് നിങ്ങൾ ആ സ്വിച്ച് അമർത്തി ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് 84 ഉള്ളൂ ഷുഗർ, 2 ഗ്ലാസ് കുടിക്കാം. തീർത്തല സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യ പോയി ഇത് കഴിച്ചില്ലേ? അല്ല ബാറ്ററി അത് ബാറ്ററി ഇന്നലെ ഞാൻ നോക്കിയതാ, ഫുൾ ചാർജുള്ള ബാറ്ററി എന്തോ വെച്ചാണാവോ ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ. അതല്ലേ പോണോ? അപ്പൊ ഓക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോയാണ്. ഓണല്ല, അവിടെ പോയിട്ട് 2-3 മാസമായില്ലേ. അമ്മായിട്ടാണ് ഇവരെ ഇറക്കിയിട്ടേക്ക്. നാട്ടിലേക്കാ ഇനി ഇവിടെ പോകണല്ലോ, അവിടെ വീട്ടിലും അമ്മായച്ചനെ കാണാൻ പോകുമ്പോഴേ അമ്മായച്ചൻ ഇങ്ങോട്ട് ചോദിക്കും, നിനക്ക് എങ്ങനെയുണ്ട് പോകണേ? നമ്മുടെ കാലാവസ്ഥയായിട്ടിരിക്കുക. പുള്ളിക്ക് നിങ്ങളെയാണ് വിഷമമുണ്ടാവില്ല ഈ വർഷം. എവിടെ സ്ഥലം? ഈ ചെമ്പരക്ക് കട്ടുപടി 180 പെരുമ്പാവിന്റെ ഇവിടുന്ന് ഒരു 22 പോയിക്കോട്ടെ. എല്ലാ പരിപാടിയും ഗംഭീരമായി. മഴ വന്നിട്ട് പോലും പരിപാടി ഗംഭീരം. ഇപ്പൊ 140-150 പ്ലാൻ ചെയ്തിരുന്നത്. അത് ആദ്യത്തെ പരിപാടി ഇവിടുത്തെ ഏരിയ ക്ലീനിങ് ആയിരുന്നു. അത് 1-ാം തീയതി അത് കഴിഞ്ഞു. 2-ാം തീയതിയിലെ പരിപാടിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്, ഓണാഘോഷം. അടുത്ത 3-ാമത്തെ പ്രോഗ്രാം നമ്മളൊരു 1 ഡേ ട്രിപ്പാണ്. അത് ഒരു ഹാൽറ്റ് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും ഹാൽറ്റിനോട് ഭൂരിഭാഗം ആൾക്കാർക്കും താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ ഒരു 1 ഡേ ട്രിപ്പിലേക്ക് ഒതുക്കിയത്. അപ്പൊ രാവിലെ പോയി വൈകുന്നേരം വരത്തക്ക രീതിയിൽ ഒരു ട്രിപ്പാണ്. ആ ഡേറ്റിന്റെ കാര്യങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ. അപ്പൊ ഇതും കൂടി ഒന്ന് ക്ലോസ് ചെയ്താൽ നമുക്ക് പോവാൻ ധൈര്യമായിട്ട്. യോഗ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇനിയും വരും ചിലപ്പോ.
പുറകിൽ വന്നവർക്കുണ്ടോ പറഞ്ഞെടുക്കണ്ട തീർത്തു കൊടുക്കാം. ഞാൻ ബാക്കിലൊരു വണ്ടി അത് വേറെ ഗ്ലാസ് കഴിവൊന്നും വേണ്ട. ഹലോ ചേട്ടാ ഇനി അവസാനം ആളിവിടെ ഇല്ലാന്ന് പറയേണ്ടി വരും. അതെ 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 അത് മാത്രമേ കഴിക്കോ. മതി 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 മതി. നിങ്ങൾ ഗ്ലാസ് കൊണ്ടുവന്ന പാത്രം കേട്ടോ. ഗ്ലാസ് കൊണ്ടുവന്ന വണ്ടി മാറി ബാക്കിൽ പോയാ ഉണ്ട് ഗ്ലാസ് കൊണ്ടുവന്ന പാത്രം കണ്ടറിയില്ല. അല്ല ഇവിടെ നമ്മുടെ അനിലെ ഗ്ലാസ് എടുത്തിട്ടില്ലേ? എടുത്തിട്ടില്ല. ആ എടുക്കേണ്ടി വന്നില്ല. അതില്ലേ ഇത് അനിലിന്റെ ക്ലാസ് അല്ലേ? അല്ല പിടിച്ചോ പിടിച്ചോ. ഇവിടെ 6 മണിക്ക് പോയി. ഇതൊരു ആര് അനിൽ ക്ലാസ് 6 മണിക്ക് പോയി. ടേബിൾ ലൈറ്റും ഉണ്ടോ?